ആരാ ചേച്ചി? അറിയില്ല, നേരത്തെ കണ്ടുപരിചയമുള്ള ആളല്ല. നോക്കട്ടെ. ആര്? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാനൊരു പോലീസുകാരനാണ്. ആരാ അർച്ചന? ഞാനാണ്. ഈ ശിവരാമൻ നിങ്ങളുടെ ആരാണ്? ശിവരാമൻ ഇവിടുത്തെ ഡ്രൈവറായിരുന്നു. എന്ത് പറ്റി സർ? ഇന്നലെ രാത്രി അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡന്റോ? ശരിക്കും ആക്സിഡന്റ് അല്ല, ചിലർ ചേർന്ന് അയാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. കൊല്ലാൻ ശ്രമിച്ചോ? ആര്? അതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും കിട്ടിയിട്ടില്ല. അയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അടിയേറ്റ് വഴിയിൽ കിടന്ന അയാളെ ഏതോ ഓട്ടോറിക്ഷക്കാരനാണ് ഹോസ്പിറ്റലിലാക്കിയത്. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതും ഓട്ടോക്കാരനാണ്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ബോധം വന്നപ്പോ ആദ്യം പറഞ്ഞത് നെല്ലിശ്ശേരിയിലെ അർച്ചനയെ കാണാമെന്നാ. എന്നെ? അതെ, സിറ്റി ഹോസ്പിറ്റലിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. കണ്ടീഷൻ വളരെ മോശമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ വരണം. എന്താ, വരാൻ പറ്റില്ലേ? വരാം സർ. ഞാനൊന്ന് റെഡി ആയിട്ട് ഇപ്പൊ വരാം. അതെ. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? അത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാ. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ചേർന്ന് തല്ലിച്ചതച്ചാണെന്നാ തോന്നുന്നത്. കൊണ്ടുവരുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല. ആരാ കൊണ്ടുവന്നേ? അറിയില്ല, ഏതോ ഓട്ടോക്കാരാണ്. നിങ്ങൾ ഇയാളുടെ ബന്ധുവാണോ? ബന്ധുവല്ല, ഞങ്ങളുടെ ഡ്രൈവറാ. ആ, കുറച്ച് ബില്ലടയ്ക്കാനുണ്ടായിരുന്നോ? അത് നിങ്ങളടയ്ക്കോ അതോ? ഞാൻ അടച്ചോളാം. ശരി, എന്നാ ഞാൻ പോയി ബില്ലെടുത്തിട്ട് വരാം. ഈശ്വര, ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? ശിവരാമേട്ട, ശിവരാമേട്ട, ഞാനാ, അർച്ചനയാ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ എന്നോട് പറയാനുള്ളത്? എന്താ ശിവരാമേട്ട? എന്റെ ശിവരാമേട്ടന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. എന്താ? പറഞ്ഞോളൂ. അയ്യോ, എന്താ പറ്റിയേ? സിസ്റ്റർ, സിസ്റ്റർ, എന്താ? എന്തു പറ്റി? ഡോക്ടർ, ഡോക്ടർ. ശിവരാമേട്ട, ശിവരാമന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ആരെയും കണ്ടില്ല. അനാഥമായ ഒരു അവസ്ഥയിലാണ് അയാളോട് കിടക്കുന്നത്. മോളോട് എന്താ അയാൾ പറയാൻ ശ്രമിച്ചത്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛൻ. പക്ഷെ അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ കഷ്ടം തോന്നി. നമുക്ക് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? പണച്ചെലവുകളൊക്കെ വഹിച്ച് ചികിത്സിക്കാം. വേണമെങ്കിൽ സഹായത്തിന് ആരെങ്കിലും കൂടെ നിർത്താം. അയാളുടെ ചികിത്സ നോക്കാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേണം സച്ചേട്ടാ. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ വളർത്തുന്നത് അയാളുടെ കുഞ്ഞിനെ. അതിന്റെ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അത് ശരിയാണ് മോളെ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കാം. അവരുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോന്ന് അറിയാലോ.
ഞാൻ നാളെ രാവിലെ ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാം. ഉം, ശിവേട്ടന് വേണ്ട ചികിത്സകളൊക്കെ ഏർപ്പാടാക്കാം. ഉം. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് സംസാരിക്കും. ഞാൻ അപ്പോഴേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാലും ആരായിരിക്കും അയാളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചത്? മോളെ, നീ എന്താ ഈ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ബന്ധുക്കളല്ലാത്ത ആർക്കെങ്കിലും ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി ശരിക്കും അയാളുടെ ഏതെങ്കിലും ബന്ധുക്കൾ തന്നെയാണോ കൊണ്ടുപോയത്? ഏതോ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയാളെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചത്. അയാളെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോക്കാർ തന്നെ പോലീസിലും അറിയിച്ചത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഞാൻ ചെന്ന് പറയുമ്പോഴാ ഡിസ്ചാർജ് ചെയ്ത വിവരം അവരും അറിയുന്നേ. അന്വേഷിക്കാമെന്ന പോലീസുകാർ പറഞ്ഞേ. ഏയ്, ആരും ഒന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. ശിവരാമനെ പോലൊരു പാവപ്പെട്ട ആളുടെ കാര്യത്തിൽ ആർക്കാ ഇത്ര താല്പര്യം? 1-2 ദിവസം ഇതിന്റെ പുറകെ ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുന്നുണ്ടോ എന്ന് പോലീസുകാർ നോക്കുമായിരിക്കും. ആരും ചെല്ലില്ലെന്ന് ഉറപ്പായ അവര് പരാതി എടുത്ത് ചവറ്റുകൊട്ടെ തള്ളും.